ഏതായാലും DNA പരിശോധനാ ഫലം അല്പസമയത്തിനകം തന്നെ ലഭിക്കും. പരിശോധനാ ഫലം പോസിറ്റീവായാൽ വളരെ വേഗത്തിൽ തന്നെ അത് കോഴിക്കോട്ടേക്ക് കൊണ്ടുവരാനുള്ള നടപടികൾ സ്വീകരിക്കും. നെഗറ്റീവ് ആണെങ്കിൽ വൈകുന്നേരം 5:30 മറ്റൊരു പരിശോധനാ ഫലം കൂടി ലഭിക്കാനുണ്ട്. അതിനുവേണ്ടി കാത്തിരിക്കേണ്ടി വരുമെന്നാണ് ഇപ്പോൾ സിജു നമ്മളോട് അവിടെ നിന്ന് പറയുന്നത്. അർജുൻ്റെ മൃതദേഹത്തിനായുള്ള കാത്തിരിപ്പിലാണ് കുടുംബം. വിവരമറിഞ്ഞ ബന്ധുക്കളും നാട്ടുകാരുമെല്ലാം കുടുംബത്തെ ആശ്വസിപ്പിക്കാനായി വീട്ടിലെത്തിക്കൊണ്ടിരിക്കുകയാണ്. ലോറി ഉടമ മനാഫും വീട്ടിലെത്തി. അർജുന്റെ മൃതദേഹത്തിനായുള്ള കുടുംബത്തിന്റെ കാത്തിരിപ്പ് തുടരുകയാണ്. ഇന്ന് വൈകുന്നേരം DNA പരിശോധനാ ഫലം വന്നതിനു ശേഷം നാളെ രാവിലെ അർജുന്റെ മൃതദേഹം വീട്ടിലേക്ക് എത്തിച്ചേരും എന്നുള്ള പ്രതീക്ഷയിലാണ് വീട്ടുകാർ. അതേസമയം അർജുന്റെ മൃതദേഹം സംസ്കരിക്കാനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി കഴിഞ്ഞു. നാട്ടുകാരും വീട്ടുകാരും അർജുന്റെ അടുത്ത സുഹൃത്തുക്കളുമെല്ലാം കുടുംബാംഗങ്ങളെ ആശ്വസിപ്പിക്കാനായി വീട്ടിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ലോറിയുടമ മനാഫ് കുടുംബാംഗങ്ങളെ സന്ദർശിച്ചു. കേരളം ഒറ്റക്കെട്ടായി അർജുന്റെ കുടുംബത്തോടൊപ്പം നിൽക്കണമെന്ന് മനാഫ് പറഞ്ഞു. ഈ വീടിൻ്റെ ദുഃഖം നമ്മളെ നാടിൻ്റെ ദുഃഖമാണ്. കേരളത്തിൻ്റെ ദുഃഖമാണ്. കേരളത്തിൻ്റെ മോനാണ് അർജുന്. ഓനെ ചേർത്ത് പിടിക്കുക. ഇത് മൊത്തം നമ്മളെല്ലാവരും കൂടിയിട്ട് ഇവനെ നമ്മൾ വീട്ടിലെത്തിച്ചു കൊടുക്കുക എന്നുള്ളത് അത് മൊത്തം എൻ്റെ മലയാളി കമ്മ്യൂണിറ്റിൻ്റെ ഒരു ടാസ്ക് കഴിഞ്ഞത്. ആ ടാസ്ക് നമ്മളെല്ലാവരും കൂടിയാണ് പൂർത്തീകരിച്ചത്. ഇനി അങ്ങോട്ടും ഇങ്ങോട്ടും എന്താ പറഞ്ഞു കഴിഞ്ഞാൽ മാറി നിന്ന് നമ്മൾ ആരെയും കുറ്റപ്പെടുത്തരുത്. വീട്ടുവളപ്പിൽ നാളെ വൈകിട്ടോടുകൂടി സംസ്കാര ചടങ്ങുകൾ നടക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. കൈരളി ന്യൂസ്, കോഴിക്കോട്.